Life goes so fast, I've been living so slow. Let's just leave, do whatever we want to. I don't want no regret, no rainy days. Hey guys, this is me Aditnath and welcome back to my channel. So today's video is going to be a morning study vlog. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റു. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീക്കുന്നത് ഭയങ്കര മടുപ്പുള്ള കാര്യമാണ്. എന്നെക്കൊണ്ട് ഒട്ടും പറ്റില്ല രാവിലെ എണീക്കാൻ. പക്ഷേ ഇനി മെല്ലെ മെല്ലെ ശീലങ്ങളൊക്കെ മാറ്റി കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൂടുതലും രാത്രി ഇരുന്ന് പഠിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റാറില്ല. പക്ഷെ എന്തോ ഇപ്രാവശ്യം വിചാരിച്ച പോലെ തന്നെ രാവിലെ എണീക്കാൻ പറ്റി. പിന്നെ കുറച്ച് കാലമായിട്ട് ഒരാൾ തന്നെയെന്ന് തോന്നുന്നു, കുറച്ച് കാലമായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു മോർണിംഗ് സ്റ്റഡി വ്ളോഗ് ചെയ്യണം, 5 AM സ്റ്റഡി വ്ളോഗ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് സ്റ്റഡി വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയമാണ്. കാരണം ഞാനും കെമിസ്ട്രിയും തമ്മിൽ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാവില്ല. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ കെമിസ്ട്രി അങ്ങോട്ട് പോകും. സോ വർഷങ്ങളായിട്ട് ഞാനും കെമിസ്ട്രിയും ഒരു തോണിയിൽ സഞ്ചരിക്കുന്നവരല്ല. ഇനി ചാപ്റ്ററും ഒരു അത്ര സുഖമില്ലാത്തൊരു ചാപ്റ്ററുമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് ഞാൻ പഠിക്കുന്നത്. മെല്ലെ ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ആ ശ്രമം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ചാപ്റ്ററിനെ മൊത്തം ഒന്നും പഠിച്ചിട്ടില്ല. കാരണം ഇത് മൊത്തം പഠിക്കാൻ പറ്റില്ല. കാരണം വളരെ അധികം വലിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന പോർഷൻ വരെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത്ര വരെ ഞാൻ പഠിച്ചു. അറൗണ്ട് ഒരു 1.5 മണിക്കൂറോളം ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ചു. അതിനുശേഷം എനിക്ക് ബോറടിച്ചു. അപ്പോൾ ഞാൻ ടൈമർ പോസ് ചെയ്തിട്ട് ബോറടിച്ചു മീൻസ് നന്നായിട്ട് എനിക്ക് ഉറക്കം വരുന്ന പോലെ തോന്നി. അപ്പം ഞാൻ എന്തായാലും ടൈമർ പോസ് ചെയ്തിട്ട് നേരെ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും 5:54 ആയിട്ടുണ്ടായിരുന്നു അറൗണ്ട്. അപ്പോൾ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ആദ്യമായിട്ട് കോഫി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ ഞാൻ കോഫി ഉണ്ടാക്കി. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് ഒട്ടും കൊള്ളില്ലായിരുന്നു. വൻ ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയതല്ലയോ എന്ന് വിചാരിച്ച് കുടിക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പുറത്ത് പോയി നോക്കി. അപ്പോഴത്തേക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. സത്യമായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്യാമറയിൽ അത് വൃത്തിയിലെടുത്തറിയുന്നില്ല ആ ഭംഗി. ഇനി ഞാൻ രാവിലെ ആദ്യമായിട്ട് ഇത്ര നേരത്തെ എണീച്ചത് കൊണ്ടാണെന്നും അറിയില്ല. നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ എക്സാം ടൈമിൽ എപ്പോഴെങ്കിലുമൊക്കെ രാവിലെ എണീറ്റെങ്കിലും അങ്ങനെ ഞാൻ പുറത്തൊന്നും പോയി നോക്കാറില്ല. വളരെയധികം കുറവാണ്. അങ്ങനെ പുറംലോകത്തെ ഭംഗി കാരണം ഞാൻ വിചാരിച്ചു ഇനി പുറത്തിരുന്ന് പഠിക്കാമെന്ന്. ഇപ്പോൾ ഞാൻ ക്ലാസ് കാണുമല്ലോ ചെയ്യുന്നത്. ഞാൻ കെമിസ്ട്രി ടെക്സ്റ്റ് വായിക്കാമെന്ന് വിചാരിച്ച് ആ ക്ലാസ് കണ്ടത്ര പോർഷൻസ് ഞാൻ ടെക്സ്റ്റ് വായിച്ചു. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് അങ്ങനെ കത്തിയിട്ടൊന്നുമില്ല. എവിടെയൊക്കെയോ മനസ്സിലായി എന്നല്ലാണ്ട് കംപ്ലീറ്റ്ലി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇനി ഇതാ ചാപ്റ്ററിൻ്റെ പ്രശ്നമാണോ ഇനി എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും എൻ്റെ പ്രശ്നമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ വൻ പഠിപ്പിയാണെന്ന്. പക്ഷെ ഇത് ആണ്ടിലും അമാവാസ്യയിലും നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ. Are you a class 12 CBSE PCM student looking for the best previous year question book? Then let me help you out. I highly recommend the Oswald 10 years previous year question bank book. It will definitely help you excel in your board exams. This book includes 10-year previous year question papers of physics, chemistry, mathematics and English core. This book also includes 3 years recurrence analysis of each subject. Example, now I am showing the graphical trend analysis of questions asked from different physics subtopics over 3 years, which helps identify which chapters have increasing trend in questions frequency and declining trend. And also this book includes predicted focus areas for each subject and a priority chart based on post-curriculum review and exam trend analysis. Subtopics are rated by importance level for the 2026 exam. For example, in physics you can see that current, electricity, ray optics have high weightage,
while semiconductors and devices have moderate high weightage, which will help you to prioritize study topics based on actual exam data and helps with smart planning and time allocation, encourages data-driven revision strategy, and supports focused preparation for board success. This book also includes likely question types and smart revision strategy. Like the question types are numerical derivations, diagram-based questions, graph-based case studies, assertion reason type questions, theory plus formula short questions, and lab-based application questions. And also you can use this book for smart revision strategy. For example, numerical practice, visual recall, derivation bank, concept mapping, mock with timer, case study practice, oral quiz, viva type are the examples for smart strategies. Oswald PYQ book also includes Revision Battle Plan for 2026 exams, which is really useful for students. It emphasizes understanding concepts, practicing derivations, and memorizing key formulas. The reasons for importance is mentions frequency in past exams, and it is a strategic revision guide designed to help students effectively preparing for 2026 exams and to provide a targeted revision strategy by focusing on high yield chapters, important question types, past trends in exam papers, smart preparation tactics, and more. This book features the most recent 2025 CBSE board paper, ensuring students are up to date with the latest exam trends. And the revision battle plan highlights high importance topics predicted for the 2026 revision plan, aiding in strategic study planning. And concept clarity provides in-depth explanations to enhance understanding of key concepts. And this book includes an area for quick notes and daily planner. And this book also includes final tip, pro tip, and etc. So what are you waiting for? Go and grab your books now. I will provide the link of the books in the description box down below. Make sure to check it out. And use my coupon code ADIT10 to get up to 10% discount. ഇത് വന്നിട്ട് അന്നത്തെ ദിവസത്തിന് തന്നെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്നൊക്കെ പറയാം, ആ ടൈമിലത്തെ ക്ലിപ്പാണ്. പറഞ്ഞ പോലെ തന്നെ അന്ന് ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു മാഗി ആക്കാമെന്ന്. മാഗി സത്യം പറഞ്ഞാൽ ഒട്ടും നല്ലതല്ല, പക്ഷേ ഇവിടെ കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാഗി ആക്കാമെന്ന് വിചാരിച്ചു. ഇതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആക്കുന്നത്. മാഗി എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാൻ അറിയാം, ഇതിനു മുമ്പ് കുറേ തവണ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് സക്സസ് ആയി വന്നു. കോഫി പോലെ ഇത് ഫ്ലോപ്പായിട്ടില്ല. പിന്നെ ഞാനൊരു സന്ധ്യാസമയത്ത് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എഴുതി വെക്കാമെന്നുള്ള രീതിയിൽ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.